നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും 3 കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ ചാനലിൽ വീണ്ടും ഗിവ് അവേ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റാണ്, ഒരു അടിപൊളി പ്രൊഡക്റ്റ്. പിന്നെ വന്നിട്ട് ഒരു മേക്കപ്പ് ലുക്കാണ്, ഒരു ഗോ ടു മേക്കപ്പ് ലുക്ക്. ഞാൻ പുറത്ത് പോകുമ്പോൾ ചെയ്യുന്ന ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഗിവ് അവേക്ക് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണണം. കാരണം ഗിവ് അവേയുടെ റൂൾസ് ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും ആയിരിക്കും പറയുക. അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോയിൽ 3 ടോപ്പിക്കുകളുണ്ട്. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗിവ് അവേനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഗിവ് അവേ നടത്തുന്നുണ്ട് എന്നൊക്കെ ഞാൻ കുറച്ച് ദിവസം മുന്നേ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് പേര് അതിന് റെസ്പോണ്ട് ചെയ്തിരുന്നു. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 3 റൂൾസ്. അപ്പോൾ ആ 3 റൂൾസ് നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ 2 റൂൾസൊക്കെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് അസാധുവായിട്ട് പോകും. ഈസി ആയിട്ടുള്ള 3 റൂൾസാണ്. അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 3 വിന്നേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. 3 പേർക്കും 1000 രൂപ വില വരുന്ന അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ അനൗൺസ് ചെയ്യും. പിന്നെ 5 ദിവസം വരെയാണ് ഇതിൻ്റെ ആ ഒരു കാലാവധി എന്ന് പറയുന്നത്. 5 ദിവസം നിങ്ങൾക്ക് ഒരു വോട്ടിംഗ് എന്ന് പറയാൻ പറ്റുമോ, ഇതിൽ പങ്കെടുക്കാനുള്ള ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 ദിവസമാണ്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വന്നു കഴിഞ്ഞാൽ പങ്കെടുക്കാൻ പറ്റില്ല. 6th ഡേ. അപ്പോൾ 6th ഡേ നമുക്ക് തീരുമാനിക്കാം. 6th or 7th ഡേ നമുക്ക് വിന്നേഴ്സിനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ റൂൾസ് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് നല്ലൊരു പ്രൊഡക്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ്. ഇത് വന്നിട്ട് ഒരു സ്ലിംഗ് ബാഗ് ആണ്, സൂക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. നമ്മൾ മുന്നേ 2 വീഡിയോകളിൽ സൂക്കിനെ പറ്റിയിട്ട് സൂക്കിൻ്റെ പ്രൊഡക്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് സ്ലിംഗ് ബാഗ് ആണ്. സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, ഓൺലൈനിലെ ഫാഷൻ ബ്രാൻഡാണ് കേട്ടോ. പൊതുവെ അവർ ബാഗുകളും അതുപോലെ തന്നെ വിമൺ ആക്സസറീസ് ഒക്കെയാണ് അവർ സെൽ ചെയ്യുന്നത്. സൂക്കിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്കും അടിപൊളി ബ്രാൻഡാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മുടെ കയ്യിലുള്ളത് സ്ലിംഗ് ബാഗാണ്. അപ്പോൾ ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ലിംഗ് ബാഗാണ്. ഇതിൻ്റെ ഡിസൈൻ ഒരു പേരുണ്ട്, വേ ബീച്ച് എന്നാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്ന പേര്. നിങ്ങൾ സൂക്കിൻ്റെ പ്രൊഡക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോന്നിനും എന്താ പറയുക, ഓരോ പാറ്റേൺ ഉണ്ട്. ഓരോ വ്യത്യസ്തമായ പാറ്റേണുകളിലാണ് അവർ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത്. യുണീക്ക് ആയിരിക്കും അവരുടെ സ്റ്റൈൽ. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂക്കിൻ്റെ ബാഗാണെന്ന് നമുക്ക് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ബാഗാണ്, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സൂക്കിൻ്റെ ഗിഫ്റ്റുകളാണ്. സൂക്കിൻ്റെ അടിപൊളി ബാഗായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. ഇനി റൂൾസ് ഇത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു മെയിൻ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇതിൻ്റെ സിപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സിപ്പാണ്. മെയിൻ കമ്പാർട്ട്മെന്റ് കണ്ടോ, ഇതാണ് മെയിൻ കമ്പാർട്ട്മെന്റ്. ഇവിടെ സൂക്കിന്റെ ലോഗോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇന്നർ സിപ്പ് ക്ലോഷർ ഉണ്ട്. ഉള്ളിലൊരു സിപ്പ് ക്ലോഷർ ഉണ്ട്. അപ്പം നമുക്ക് ചെറിയ പേഴ്സൊക്കെ, മണി പേഴ്സ്, അതുപോലെ തന്നെ പാസ്പോർട്ട്, അങ്ങനെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് വെക്കാൻ പറ്റും. ഇത് നല്ല സ്പേഷ്യസ് ആണ് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു സ്ലിംഗ് ബാഗ് ഇത് സ്പേഷ്യസ് ആണ് കേട്ടോ. ഇതിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളും. ചെറിയ ബോട്ടില്, കുട, മൊബൈല്, പാസ്പോർട്ട്, പേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. പിന്നെ ഇതിന് പുറത്തും ഒരു ക്വിക്ക് ആക്സസിന് വേണ്ടിയിട്ട് ഒരു സിപ്പ് ക്ലോഷർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഇതും സ്പേഷ്യസ് ആണ്.
പിന്നെ ഈ ഒരു ബ്രാൻഡ് സൂക്ക് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, ഒരു വീഗൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ വീഗൻ പ്രൊഡക്റ്റ് ആണ്. ഇവർ യൂസ് ചെയ്യുന്നത് വീഗൻ ലെതർ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ഹാൻഡിക്രാഫ്റ്റ് ഫാബ്രിക് ആണ്. പിന്നെ ഇതിൽ കാണുന്ന ലൈനിങ്, അതിനെക്കുറിച്ചിട്ട് എടുത്തു പറയണം. ഈ ലൈനിങ് ഒരുപാട് എന്താ പറയുക, ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഒരു 250-300 രൂപയുടെ ഒക്കെ ബാഗ്, ചിലപ്പോൾ 400 രൂപയുടെ ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാലും ലൈനിങ് നോക്കുമ്പം ക്വാളിറ്റി ഉണ്ടാവില്ല. ബാഗ് പുറത്തുനിന്ന് അടിപൊളി ലുക്കായിരിക്കും, ലൈനിങ് നോക്കുമ്പോൾ എന്താ പറയുക, ഒരു ലുക്ക് ഉണ്ടാവില്ല. അതിൻ്റെ പ്രിന്റുകളൊന്നും കാണാൻ ലുക്ക് ഉണ്ടാവില്ല. കാണുമ്പോൾ തന്നെ ലോക്കലാന്ന് മനസ്സിലാവും. എളുപ്പം കീറിപ്പോകുന്ന, നൂലൊക്കെ വലിഞ്ഞ് അടക്കുന്ന ലൈനിങ് ആയിരിക്കും. പക്ഷേ ഇത് വന്നിട്ട് നല്ല ക്വാളിറ്റിയില്ല, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈനിങ് ആണ്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ലൈനിങ്. അപ്പം ഞാൻ ഇത്രക്കും കൃത്യമായി പറയാൻ കാരണം എൻ്റെ കയ്യിൽ സൂക്കിൻ്റെ ബാഗുകളുണ്ട്, ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ വെച്ചിട്ട് പറയാണ്. അല്ലാണ്ട് എനിക്ക് ഈ ബാഗ് കിട്ടിയ ഉടനെ ഞാൻ പറയുന്ന റിവ്യൂ അല്ല, യൂസ് ചെയ്ത എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ പറയുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു സ്ട്രാപ്പ് വന്നിട്ട് ഇത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ് കേട്ടോ. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും. പല ഡിസൈനിലുള്ള ബാഗുകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരുടെ സൈറ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അടിപൊളി പാറ്റേണുകളായിരിക്കും. അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷെ റേറ്റിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വർത്ത് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു ബാഗ് വാങ്ങി എന്താ പറയുക, ഒരു 3-4 വർഷം നമ്മുടെ കയ്യിൽ അതുപോലെ ഉള്ളത് നമുക്ക് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ആവശ്യമെങ്കിൽ, കുറേ കാലം നിൽക്കണം എന്നാണ് ആവശ്യമെങ്കിൽ സൂക്കിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. വർത്ത് ആയിരിക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ. പിന്നെ പല പല കാറ്റഗറിയിലുള്ള ബാഗുകളും ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഓഫീസ് ബാഗ് ഉണ്ട്, ടോട്ട് ബാഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ലിംഗ് ബാഗ്സ് ഉണ്ട്, ഹോബോ ബാഗ്സ് ഉണ്ട്, ഡഫൽ ബാഗ്സ് ഉണ്ട്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ബാഗുകൾ വേണമെങ്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളൊരു സ്ലിംഗ് ബാഗാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വേ ബീച്ച് എടുത്തു. ഇതാകുമ്പം എല്ലാത്തിൻ്റെയും പോവും. പിന്നെ ഒരു യുണീക്ക് ഡിസൈനാണ് അവരുടെ ബാഗുകൾക്കൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ക്വാളിറ്റി ഞാൻ ഫുൾ സ്റ്റാർസ് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സൂക്കിൻ്റെ പ്രൊഡക്റ്റുകൾ കേട്ടോ. അപ്പോൾ എന്താ, ഇനി നമുക്ക് റൂൾസിനെ പറ്റി പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സൂക്ക് ബാഗ് ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുക. അപ്പം നിങ്ങൾ ഏതായാലും ഒരുപാട് ലക്കിയാണ് കേട്ടോ. സൂക്ക് നല്ല പ്രൊഡക്റ്റാണ് ആക്ച്വലി. ഇനി അതിൻ്റെ റൂൾസ് പറയുകയാണെങ്കിൽ 3 റൂൾസാണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് സൂക്കിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സൂക്കിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് കണ്ടുപിടിക്കാൻ. സോ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ മെയിൽ ഐ ഡിയിൽ സെൻഡ് ചെയ്യണം. ഞാൻ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ റൂൾസ്. അപ്പോൾ അതിൽ എൻ്റെ മെയിൽ ഐ ഡി കൂടെ കൊടുക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് റൂള്. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് സൂക്കിൽ പല പ്രിന്റുകളിലുള്ള ബാഗുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിന്റ് ഏതാ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് സൂക്കിൻ്റെ 3 ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 ഫീച്ചേഴ്സ് നിങ്ങൾ പറയണം. അങ്ങനെ 3 ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതിയിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനിങ്ങനെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഫസ്റ്റിൻ്റെ ആൻസർ, അതായത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഇഷ്ടപ്പെട്ട പ്രിന്റ്, സൂക്കിൻ്റെ ഇഷ്ടപ്പെട്ട പ്രിന്റ് ഏതാണെന്നുള്ളത് അത്. തേർഡ് വൺ സൂക്കിൻ്റെ ഫീച്ചേഴ്സ്. അങ്ങനെ 3 എണ്ണമാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. എനിക്കറിയാം ഞാനിങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്, അത് കുറച്ച് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല വ്യൂവേഴ്സ്, എല്ലാവർക്കും പെട്ടെന്നത് മനസ്സിലാവണമെന്നില്ല. എനിക്കറിയാം ഞാനിങ്ങനെ ഒരുപാട് പറഞ്ഞു പോകുന്നുണ്ടെന്ന്, അതെനിക്കിപ്പോൾ ശീലമായിപ്പോയി ഹോൾ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ക്ഷമിക്കുക കേട്ടോ. ഇനി അപ്പോൾ ഗിവ് അവേയുടെ റൂൾസ് കഴിഞ്ഞ് ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഗോ ടു മേക്കപ്പ് ലുക്കാണ്. ഫൗണ്ടേഷനും അതുപോലെ എന്താണ് ലിപ്സ്റ്റിക്ക്, കൺസീലർ, ഐലൈനർ ഒന്നും യൂസ് ചെയ്യാത്ത സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പം നമുക്കത് കണ്ടിട്ട് വരാം. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. നമ്മൾ ആകെ 3 പ്രൊഡക്റ്റുകളെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിത് സന്ധ്യക്കോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ പുറത്ത് പോകുമ്പോൾ ചെയ്യുന്ന ഒരു ലുക്കാണ്.
അപ്പോൾ ഇത് മേക്കപ്പ് ലുക്ക് എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം നമ്മൾ മേക്കപ്പ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നില്ല, എല്ലാം സ്കിൻ കെയർ പ്രൊഡക്റ്റുകളേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫേസൊക്കെ കഴുകിയിട്ടുണ്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂമി ക്രീമാണ്, ലാക്മിയുടെ. അപ്പോൾ പകലാണ് പുറത്ത് പോകുന്നതെങ്കിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ SPF ഉള്ള ഡേ ക്രീം, ഇതിലേതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ലൂമി ക്രീം യൂസ് ചെയ്യാൻ കാരണം ഇത് മോയ്സ്ചറൈസർ വിത്ത് ഹൈലൈറ്റർ ആണ്, നമുക്ക് ചെറിയൊരു ഗ്ലോ ഒക്കെ തരും ഫേസിന്. അപ്പോൾ ഈവനിങ് അല്ലെങ്കിൽ എന്താണ് രാത്രിയിലൊക്കെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ കുറച്ചൊരു ഗ്ലോ ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ലൂമി ക്രീം എടുക്കുന്നത്. കണ്ടോ, ഈ ഒരു ഈ ഒരു കളറിലാണ് ഇതുള്ളത്, ഒരു പെയിൽ പിങ്ക് കളറിൽ. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എന്താ പറയുക, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്ക്. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഒന്നും ഞാൻ പോയില്ല കേട്ടോ. അതായത് നമ്മൾ പെട്ടെന്നൊന്ന് ഷോപ്പിങ്ങിന് പോകണം അല്ലെങ്കിൽ മാളിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ എന്താ പറയുക, ഓടിപ്പിടിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നും ഇടയ്ക്ക് പോകുമ്പോഴൊന്നും ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും ചെയ്യില്ല, അതായത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യില്ല ഞാൻ. ലിപ്സ്റ്റിക്ക് ഇടും കേട്ടോ, ലിപ് ബാമും ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യും, അത് മാത്രമേ യൂസ് ചെയ്യും. ഇപ്പം പിന്നെ മാസ്ക് ഇടുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ ലിപ് ബാം യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ എപ്പോഴെങ്കിലും മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഈ മേക്കപ്പ് പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും കല്യാണത്തിനോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അത് ഇവിടെ കുറവാണ്. അപ്പോൾ കണ്ട ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട്, നമുക്ക് ഹൈലൈറ്ററിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ലൂമി ക്രീം കേട്ടോ. ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യാൻ മടിയുള്ളവർക്ക് പറ്റിയതാണ്. ഇനി അടുത്തത് മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത്. സോ ഞാനിപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഒരു ടിൻറ്റഡ് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിന് ചെറിയ ലൈറ്റ് പിങ്ക് കളറുണ്ട്. ഇത് നല്ല ലിപ്സിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി ഐബ്രോസ് ചെയ്യുന്നില്ല, ഐബ്രോസ് ഇപ്പം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എക്സ്ട്രാ ഞാനിങ്ങനെ ആർട്ടിഫിഷ്യലായി തോന്നുന്ന വിധത്തിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫില്ലൊന്നും ചെയ്യില്ല കേട്ടോ. അതായത് കുറച്ച് തിക്കായിട്ടൊക്കെ ചെയ്യില്ല, അങ്ങനെ എനിക്കത് ഇഷ്ടമല്ല, കാരണം എൻ്റെ രൂപം തന്നെ അപ്പം മാറിപ്പോവും ആ ഒരു ലുക്ക്. അപ്പോൾ അങ്ങനെ ഒന്ന് ഫില്ല് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കാജൽ എന്തായാലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഈ പൊട്ടും വല്ലപ്പോഴുമാണ്, പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്ന് പൊട്ടുകൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതാണ് നമ്മുടെ സിമ്പിൾ ലുക്ക്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് അധിക പേരും ചെയ്യുന്ന ഒരു ലുക്കാണ്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ഇതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, എൻ്റെ ഒരു ഗോ ടു മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ഒരു പാർട്ട്. പിന്നെ ഗിവ് അവേയുടെ കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. 3 റൂൾസ് ഉണ്ട്. അപ്പോൾ 3 റൂൾസും നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിടാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കാര്യം. 3 വിന്നേഴ്സ് എന്തായാലും ഉണ്ടാവും. 5 ദിവസമാണ് ഇതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 6th ഡേ വന്നു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ ഇപ്പോഴേ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.